Hi students, welcome to the video. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുക. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ എങ്ങനെയാണ് നീറ്റിന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതെല്ലാം ഏരിയ എന്നാണ്. ഇനി ആ ഏരിയകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റേ ഒപ്റ്റിക്സ് ആണ്. പല കുട്ടികൾക്കും ചെയ്യാനായിട്ട് വളരെ വിഷമമുള്ള ഒരു പാർട്ടാണ്, ഒരു സെഗ്മെൻ്റാണ് റേ ഒപ്റ്റിക്സ്. എന്നാൽ നീറ്റിനാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററും കൂടിയാണ്. കാരണം 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ വരെ നീറ്റിന് ചോദിക്കാം റേ ഒപ്റ്റിക്സിൽ നിന്ന്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയറുകളിൽ 3 ചോദ്യങ്ങൾ വീതം നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ വിട്ടുകളയുക, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഫിസിക്സിൻ്റെ മാർക്കിനെ തന്നെ ബാധിക്കും. നമ്മളെ പ്രത്യേകിച്ചും മെഡിസിൻ അഡ്മിഷനിലെ ഒരു റാങ്ക് ഡിസൈഡിങ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഫിസിക്സ്, അതിൽ 3 ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി റേ ഓപ്റ്റിക്സിനെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരിക, പിന്നെ അതുപോലെ അതിനകത്ത് സൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരിക, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് വരുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചെറിയ രീതിയിലെങ്കിലും നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുള്ള 1-2 ടിപ്സ് ഞാൻ ആദ്യമേ പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മിററുകളുടെ, കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും UVF റിലേഷൻ, മാഗ്നിഫിക്കേഷൻ, ഇങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ UVF റിലേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ റൂൾ അല്ല. ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് u, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് v. സോ ദ UVF റിലേഷൻ ഈസ് 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഇതൊരു യൂണിവേഴ്സൽ ഇക്വേഷൻ ആണോ വെച്ചാൽ അല്ല. നമ്മളിപ്പം സ്നെൽസ് ലോ പോലെ അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ പോലെ എല്ലാ സ്ഥലത്തും എല്ലാ കേസിലും അപ്ലൈ ആവുന്ന ഒരു റിലേഷൻ അല്ല ഇത്. നിങ്ങൾക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ, ഇത് ഏതെല്ലാം കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വെച്ചാൽ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് റിഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, ലോ ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അത് സ്മൂത്ത് സർഫസിൽ അപ്ലൈ ചെയ്യാം, റഫ് സർഫസിൽ അപ്ലൈ ചെയ്യാം, റെഗുലർ സർഫസിൽ അപ്ലൈ ചെയ്യാം, ഇറഗുലർ സർഫസിലൊക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് എല്ലാത്തിലും വാലിഡ് ആയിരിക്കും. എന്നാൽ UVF റിലേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു 100% ട്രൂ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ അല്ല. ഈ UVF റിലേഷൻ ഹോൾഡ് ചെയ്യുന്ന ആരാച്ചാൽ മിറേഴ്സ് ഓഫ് വെരി സ്മോൾ അപ്പേർച്ചർ, വളരെ ചെറിയ അപ്പേർച്ചറുള്ള മിറേഴ്സ് മാത്രമേ UVF റിലേഷൻ ഒബേ ചെയ്യുള്ളൂ. ഇനി വളരെ ചെറിയ അപ്പേർച്ചറുള്ള മിറേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റലി കിട്ടുന്ന വാല്യൂവും ഒരുപക്ഷെ തിയറട്ടിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവും തമ്മിൽ പോലും വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഫോമുലയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്ന അപ്രോക്സിമേഷനും അതിൻ്റെ എററും തന്നെയാണ് കാരണം. പിന്നെ ആരാണ് UVF റിലേഷൻ ഒബേ ചെയ്യുക? മിറേഴ്സ് ഓഫ് വെരി സ്മോൾ അപ്പേർച്ചർ ഓൾമോസ്റ്റ് ഒബേ UVF റിലേഷൻ. ഇനി എങ്ങനെയുള്ള മിറേഴ്സാണ് ഈ ഇക്വേഷൻ നമുക്ക് ഏതൊക്കെ മിററിന് അപ്ലൈ ചെയ്യാം? യു ക്യാൻ അപ്ലൈ ടു കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ആൻഡ് ഈവൻ ടു പ്ലെയിൻ മിറർ. നിങ്ങളിത് പ്ലെയിൻ മിററിന് പോലും അപ്ലൈ ചെയ്യാവുന്ന ഏത് തരത്തിലുള്ള മിറേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന റിലേഷനാണ് UVF റിലേഷൻ. 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ നിങ്ങളൊരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുക. ആ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ -f/u - f ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരു സ്പെഷ്യൽ കേസാണ്. നിങ്ങൾക്കിത് കോൺകേവ് മിററിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -f/u - f. ഈ റിലേഷൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ RHS റൈറ്റ് സൈഡിൽ നിങ്ങൾ സൈൻ അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. റൈറ്റ് സൈഡിൽ നിങ്ങൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ സൈൻ കൊടുക്കണം? ഇതിൻ്റെ LHSൽ നിങ്ങൾ സൈൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത്
റിയൽ ഇമേജ് ആണെങ്കിൽ ഫോർ റിയൽ ഇമേജ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. ഫോർ വെർച്വൽ ഇമേജ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കോൺകേവ് മിറർ അതിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കാം. ഈ കോൺകേവ് മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണ് എന്ന് എടുക്കാം. 2 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കൂ, ഇവിടെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡിഫറൻസ് കണ്ടാൽ 20 മൈനസ് 15 നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. 5. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 ആണ്. അപ്പോൾ ആ ഫോക്കൽ ലെങ്ത് 15 യുവും എഫും തമ്മിലുള്ള ഡിഫറൻസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 15/5 നിങ്ങൾക്ക് കിട്ടുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് m = -3 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ തവണ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം 20 മൈനസ് 15 = 5. അപ്പോൾ ഫോക്കൽ ലെങ്ത് 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ = -3. അപ്പോൾ -3 മാഗ്നിഫിക്കേഷൻ m = -3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനകത്ത് വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്, മാഗ്നിഫിക്കേഷൻ -3 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 30 ആണ്. -3 എന്ന് പറഞ്ഞാൽ അർത്ഥം ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിൻ്റെ 3 ഇരട്ടിയായിരിക്കും ഇമേജിൻ്റെ വലിപ്പം. അതായത് ഒബ്ജക്റ്റിൻ്റെ വലിപ്പം 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇമേജിൻ്റെ വലിപ്പം 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. 6 സെൻറ്റിമീറ്റർ. കാരണം മാഗ്നിഫിക്കേഷൻ -3 ആണ്. നെഗറ്റീവ് വന്നതുകൊണ്ട് തല കീഴായതായിരിക്കും. ഇനി അടുത്തത്, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇമേജിലേക്കുള്ള ദൂരം അതിൻ്റെ -3 ടൈംസ് ആയിരിക്കും. ഈ -3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് മീൻസ് അത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഈ -3 ടൈംസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇമേജിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇമേജ് റിയൽ, ഇൻവേർട്ടഡ്, മാഗ്നിഫൈഡ് ആയിരിക്കും. നോക്കൂ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാം. ഇമേജിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാം, ഇമേജിൻ്റെ സൈസ് കണ്ടുപിടിക്കാം, ഇമേജിൻ്റെ പ്രോപ്പർട്ടികൾ കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റമൂലിയാണ്. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു തിയറി ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ഒരു തിയറി ക്വസ്റ്റ്യൻ. ആ തിയറി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ഒരു ഒബ്ജക്റ്റ് എഫിൻ്റെയും 2fൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് ഈ റിലേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: an object is placed between f and 2f. What are the properties of image? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, എഫിനും 2fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. അതുകൊണ്ട് എഫിനും 2fനും ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമായിട്ട് കൺസിഡർ ചെയ്യാം. എഫിനും 2fനും ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ 1.5f, അത് എഫിനും 2fനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1.6f എടുക്കാം, 1.7f എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ m = നോക്കൂ -f/u എന്ന് പറയുന്നത് 1.5f ആണ്. അപ്പോൾ 1.5f - f ചെയ്യുമ്പോൾ 1.5fൽ നിന്ന് f പോയ 0.5f. മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് f/1.5 - f എന്ന് പറയുമ്പോൾ 1/0.5, അതായത് -2 ആയിരിക്കും മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. -2. അപ്പോൾ -2 മാഗ്നിഫിക്കേഷൻ കിട്ടിയാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ്? ഇമേജിലേക്കുള്ള ഒന്ന് നെഗറ്റീവ് സൈൻ മീൻസ് ഇമേജ് ഇടതുഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മാഗ്നിഫിക്കേഷൻ്റെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇമേജ് ഇടതുഭാഗത്തായിരിക്കും. ഓക്കെ, ഇനി 2 കാണിക്കുന്നത്
ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും ഇമേജിലേക്കുള്ള ദൂരം. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 1.5 f ആണെങ്കിൽ ഇമേജിലേക്കുള്ള ദൂരം അതിൻ്റെ ഇരട്ടിയായിരിക്കും, അതായത് 3f ആയിരിക്കും. ഓക്കെ, ഇനി ഒബ്ജക്റ്റിൻ്റെ സൈസ് നമുക്ക് അറിഞ്ഞുകൂടാ എത്രയാണ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് ഞാൻ O തന്നെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ സൈസ് അതിൻ്റെ ഇരട്ടി, അതായത് 2 × O ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇമേജിനെ കുറിച്ച് എന്തെല്ലാം പറയാൻ പറ്റും? ഇമേജ് റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്. മാത്രമല്ല ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് 2f. 2fൻ്റെ അപ്പുറത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനും ഈ റിലേഷൻ ഉപയോഗിക്കാം. അപ്പോൾ പൊതുവെ ഒരു സംശയം ഉണ്ടാകുന്ന വെച്ചാൽ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളല്ലോ, ഇമേജ് റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്കത് മനസ്സിലാവുമോ? നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ വേറെ ഒരു കേസും കൂടെ ഒന്ന് പറയുകയാണ്. അതായത് കോൺകേവ് മിററിൽ എഫിനും പോളിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ 0ക്കും എഫിന് ഇടയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ എടുക്കാം. 0.5 f, 0.4 f, 0.3 f എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഈ വാല്യൂ 0.5 f എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ m = -f by 0.5 f - f വരുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ -0.5 f വരും. മൈനസും ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് 2 കിട്ടും, +2. +2 വന്നാൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് സൈൻ വന്നാൽ അതായത് ഇമേജ് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, 2 വന്നാൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 0.5 f ആണെങ്കിൽ ഇമേജിലേക്കുള്ള ദൂരം അതിൻ്റെ ഇരട്ടിയായിരിക്കും. 0.5 fൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ അതായത് f ആയിരിക്കും. ഇനി 2 എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 2 ആയതുകൊണ്ട് ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ O ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് അതിൻ്റെ ഇരട്ടിയായിരിക്കും. ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഗിവൺ ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് എഴുതാം. ഇപ്പോൾ ഇമേജിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്? ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്, നിവർന്നതാണ്. മിററിൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അതെന്തായാലും വെർച്വൽ ഇമേജ് ആയിരിക്കും, കണ്ണാടിയിൽ കാണാവുന്ന ഇമേജ് ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് വെർച്വൽ, ഇറക്റ്റഡ് ആൻഡ് മാഗ്നിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പിന്നെ ഈ ഇക്വേഷൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ആ കോൺകേവ് മിററിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ 3 ടൈംസ് സൈസുള്ള റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു. റിയൽ ഇമേജ് ഇത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? ഈ ഒബ്ജക്റ്റ് എത്ര ദൂരെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് ഡിസ്റ്റൻസ് ഒന്നുമില്ല, അതിന് 3 ടൈംസ് സൈസുള്ള റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു. സോ ക്വസ്റ്റ്യനിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ് എന്നുണ്ടാവും, അപ്പോഴും റിയൽ ഇമേജ് തന്നെയാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നതിൽ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്തതിൽ ചെറിയൊരു ഡിഫറൻസ് വരും. അതായത് ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ 3 ടൈംസ് ആണെന്ന് മാത്രമല്ല, ഇത് റിയൽ ഇമേജ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എമ്മിന് പകരം -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ സൈൻ അപ്ലൈ ചെയ്യണം എന്നർത്ഥം, റിയൽ ഇമേജ് തന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 ഡിവൈഡഡ് ബൈ u - 20. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സൈന് ക്യാൻസൽ ആവും, 3 വരും. 3 വന്നാൽ ഇവിടെ 3 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ 3 ടൈംസ് ആണ് എന്ന് മനസ്സിലാവും. ന്യൂമറേറ്റർ ഈസ് 3 ടൈംസ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ 20 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ 3 ടൈംസ് ആയിരിക്കും. ഡിനോമിനേറ്റർ u - 20. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇങ്ങനെ u കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇത് കോൺകേവ് മിററാണ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങൾ സൈന് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് കൂടെ ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് ഫോർമുലേൻ്റെ യൂസ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു കോൺവെക്സ് മിറർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ
ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്താം. മാഗ്നിഫിക്കേഷൻ ഈസ് എഫ് ബൈ യു പ്ലസ് എഫ്. എഫ് ബൈ യു പ്ലസ് എഫ്. അപ്പോൾ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കോൺകേവ് മിററിൽ ചെയ്ത പോലെയാണ്. ഒരു ഒബ്ജക്റ്റ് മിററിൽ നിന്ന് 2f ഡിസ്റ്റൻസിൽ വെച്ചാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, എത്ര സൈസ് ഉണ്ടാവും എന്നൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എഫ് ബൈ യു 2f ആയതുകൊണ്ട് 2f പ്ലസ് എഫ് എത്ര വരും? മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു നിങ്ങൾക്ക് 1/3 എന്ന് വരും. അപ്പോൾ പ്ലസ് 1/3 ആണ്. പ്ലസ് മീൻസ് അത് റൈറ്റ് സൈഡിലായിരിക്കും. 1/3 അതായത് വെർച്വൽ ആയിരിക്കും. 1/3 മീൻസ് അത് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്? പ്രോപ്പർട്ടി വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇറക്റ്റഡ് ആണ്, വെർച്വൽ ആണ്, പിന്നെ വെർച്വൽ, ഇറക്റ്റഡ് മാത്രമല്ല അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. മാത്രമല്ല ഇനി ക്വസ്റ്റനിൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഗിവൺ ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ 1/3 ഇൻറ്റു O ചെയ്താൽ മതി. ഓക്കെ. കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഒരിക്കലും റിയൽ ഇമേജ് വരില്ല എന്നറിയാം. അതുകൊണ്ട് ഇതിനകത്ത് ഇതല്ല, ഈ കേസ് അല്ലാതെ വേറെ ഒരു കേസും വരില്ല. കാരണം കോൺവെക്സ് മിററിൽ നിങ്ങൾ ഒബ്ജക്റ്റ് എവിടെ വെച്ച് കഴിഞ്ഞാലും ഫോം ചെയ്യുന്നത് വെർച്വൽ ഇമേജ് തന്നെയാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ് കോൺവെക്സ് മിറർ. ഓക്കെ. ഇനി കോൺകേവ് മിററിൽ നമ്മളെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു റോഡ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. റോഡിൻ്റെ ഒരു എൻഡ് മിററിൽ നിന്ന് x1 ഡിസ്റ്റൻസിലും മറ്റേ എൻഡ് മിററിൽ നിന്ന് x2 ഡിസ്റ്റൻസിലുമാണ്. നമുക്ക് ഇതിൻ്റെ ഇമേജിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ഈ റോഡിൻ്റെ ഇമേജിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു റോഡ് വെച്ചാൽ ആ ഇമേജിൻ്റെ സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ബൈ യു മൈനസ് എഫ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ. ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇമേജ് ഫോം ചെയ്യണത് ലെഫ്റ്റ് സൈഡിലാണെന്ന്. ഓക്കെ. അതുകൊണ്ട് ഇവിടെ ഒബ്ജക്റ്റ് x1 ഡിസ്റ്റൻസിലാണ് മിററിൽ നിന്ന്. ഈ റോഡിൻ്റെ ഈ എൻഡിൻ്റെ ഇമേജ് ആയിരിക്കും ഇവിടെ. നമുക്കിതിനെ x1 ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. x2ൻ്റെ ഇമേജിനെ x2 ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ x1ൻ്റെ ഇമേജാണ് x1 ഡാഷ്, x2ൻ്റെ ഇമേജാണ് x2 ഡാഷ്. ഇനി ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഇങ്ങേ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് x1 ആണെങ്കിൽ അതിൻ്റെ ഇമേജിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ആ x1 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ x1 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? x1 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ u എന്ന് പറയുന്നത് x1 ആണ്. x1 മൈനസ് എഫ് കിട്ടും. അതായത് മിററിൽ നിന്ന് x1ൻ്റെ ഇമേജിലേക്കുള്ള ദൂരം x1 എഫ് ബൈ x1 മൈനസ് എഫ്. അവിടെ യുവിൻ്റെ വാല്യൂ x1 ആണ്. ഓക്കെ. ഇനി ഞാൻ എന്തിനാണ് നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയത്? നെഗറ്റീവ് സൈൻ മീൻസ് ദാറ്റ് ഇറ്റ്സ് ഫോംഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അത്രേ അതിന് മീനിങ് ഉള്ളൂ. അതുകൊണ്ട് അവിടെ സൈൻ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അതേപോലെ x2ൻ്റെ ഇമേജാണ് x2 ഡാഷ്. അപ്പോൾ x2 ഡാഷിലേക്ക് മിറർ എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? x2 ഇൻറ്റു എഫ് ബൈ x2 മൈനസ് എഫ്. ഓക്കെ. ഇത് വെച്ച് നിങ്ങൾക്ക് റോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഇമേജിൻ്റെ ലെങ്ത്. അപ്പോൾ വാട്ട് ഈസ് സൈസ് ഓഫ് ദ ഇമേജ്? സൈസ് ഓഫ് ദ ഇമേജ് ഈക്വൽ ടു x1 ഇൻറ്റു എഫ് ബൈ x1 മൈനസ് എഫ് മൈനസ് ഓഫ് x2 ഇൻറ്റു എഫ് ബൈ x2 മൈനസ് എഫ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. A rod of length 10 cm lies along the principal axis of a concave mirror of focal length 10 cm in such a way that its end closer to the pole is 20 cm away from the mirror. The length of the image is. Okay. ഇവിടെ നോക്കൂ, ഒരു കോൺകേവ് മിറർ, ആ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു റോഡ് വെച്ചിരിക്കുകയാണ്. A rod of length 10 cm lies along the principal axis of a concave mirror of focal length 10 cm ആണ്. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 10 cm. ഓക്കെ. In such a way that its end closer to the pole is 20 cm away from the mirror. അതായത് ഈ റോഡിൻ്റെ നിയറസ്റ്റ് എൻഡ്
മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ എവയാണ്, 20 സെൻറ്റിമീറ്റർ ദൂരെയാണ്. റോഡിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു എൻഡ് 20 സെൻറ്റിമീറ്റർ ദൂരെയാണെങ്കിൽ മറ്റേ എൻഡ് എന്തായാലും 30 സെൻറ്റിമീറ്റർ ദൂരെ ആയിരിക്കും. 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ റോഡിൻ്റെ ഇമേജിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സൈസ് ഓഫ് ദ ഇമേജ്. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് x1 ഇൻറ്റു എഫ് ബൈ x1 മൈനസ് എഫ്. അതായത് ഈ എൻഡും ഫോക്കൽ ലെങ്ത്തിൻ്റെയും പ്രൊഡക്റ്റ് ബൈ ഈ എൻഡും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നോക്കൂ, 20 ഇൻറ്റു 10 200, 20 മൈനസ് 10 10. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടും, 200 ബൈ 10 10 ഒരു എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് മറ്റേ എൻഡ് 30 ഇൻറ്റു 10, 30 ഇൻറ്റു 10 300, 30 മൈനസ് 10 20 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 ഇൻറ്റു 10 300 ഡിവൈഡഡ് ബൈ 30 മൈനസ് 10 20. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അതായത് 20 മൈനസ് 30 ബൈ മൈനസ് 15, 20 മൈനസ് 15, അതായത് 5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദ ആൻസർ ഈസ് 5 സെൻറ്റിമീറ്റർ. അതായത് നാലാമത്തെ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഈ ടെക്നിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ UVF റിലേഷൻ എഴുതിയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അത് ടൈം, ആ മെത്തേഡ് തെറ്റാണെന്നല്ല പറയണത്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡ് തന്നെ ചെയ്യാം. അതല്ല, അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞതാണ്. നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്നും അൺലേൺ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം. അത് വെരി ഗുഡ് മെത്തേഡ്. UVF റിലേഷനിൽ സൈൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് ഈ മെത്തേഡ് റെക്കമെൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഇനി അടുത്തതായിട്ട് ഞാൻ മറ്റൊരു ഏരിയയാണ് പറയുന്നത്. ഒരു ബൈകോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈകോൺകേവ് ലെൻസ്, ഇനി പ്ലാനോ കോൺവെക്സ് ലെൻസ്, അതുപോലെ പ്ലാനോ കോൺകേവ് ലെൻസ്, ഇങ്ങനെയുള്ള ലെൻസുകൾ, ഇതിൻ്റെയൊക്കെ ഫോക്കൽ ലെങ്ത്തിൻ്റെ റിസൾട്ട് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റാണ്. അല്ലാതെ ജനറൽ ലെൻസ് മേക്കേഴ്സ് ഫോമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബൈകോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഓഫ് ബൈകോൺവെക്സ് ലെൻസ് ഈസ് എഫ് ഈക്വൽ ടു R/2 ഇൻറ്റു മ്യൂ മൈനസ് 1. ബൈകോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. ഈ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു എയർ അല്ല, വിത്ത് റെസ്പെക്ട് ടു ദ മീഡിയം ആണ്. അതായത് മീഡിയം എയർ തന്നെ ആയിരിക്കണം നിർബന്ധമല്ല. മ്യൂ ഈക്വൽ ടു N2/N1. അത് മറക്കാണ്ടിരുന്നാൽ മതി. മ്യൂ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് വിത്ത് റെസ്പെക്ട് ടു ദ മീഡിയം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ലെൻസ് എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഈ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിലും മ്യൂവിൻ്റെ വാല്യൂ 1.5 ആണ് തരാറുള്ളത്. ഒരു കാര്യം, ഇനി ഞാൻ പറയുന്ന കാര്യം തെറ്റായ രീതിയിൽ മനസ്സിലാക്കരുത്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻസിലും മ്യൂവിൻ്റെ വാല്യൂ 1.5 ആണ് വരാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫോക്കൽ ലെങ്ത് മ്യൂ 1.5 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും ഒന്ന് തന്നെയായിരിക്കും. ഏതിന്? ബൈകോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും ഒന്ന് തന്നെയായിരിക്കും. വാട്ട് അബൌട്ട് എ പ്ലാനോ കോൺവെക്സ് ലെൻസ്? ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു R/μ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ മ്യൂ 1.5 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1.5 മൈനസ് 1 R/0.5 വരും. അതായത് 2R ആയിരിക്കും. ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഒരേ ലെൻസ് തന്നെ 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേസ്. അതായത് ഒരേ ലെൻസ് തന്നെ, ഇതൊരു ബൈകോൺവെക്സ് ലെൻസ് ആണ്, പക്ഷേ ഈ ബൈകോൺവെക്സ് ലെൻസിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഹാഫിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1ഉം മറ്റേ ഹാഫിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പ്ലാനോ കോൺവെക്സ് ലെൻസ് ആയിരിക്കാം, മറ്റത് പ്ലാനോ കോൺകേവ് ലെൻസ് ആയിരിക്കാം. ഇതിൻ്റെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ.
അതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 2013 നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഫിറ്റ്സ് എക്സാക്ട്ലി ഇൻ ടു എ പ്ലാനോ കോൺകേവ് ലെൻസ്. ദർ പ്ലെയിൻ സർഫസസ് ആർ പാരലൽ ടു ഈച്ച് അതർ. If lenses are made of different materials of refractive indices mu1 and mu2 and r is the radius of curvature of the curved surface of the lenses, then the focal length of the combination is. Okay, ഇത് ഈ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ലെൻസിന് 2 പാർട്ട് ഉണ്ട്. 2 പാർട്ടിനും 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ്, പിന്നെ ആ പ്ലാനോ കോൺവെക്സ് ലെൻസും ഒരു പ്ലാനോ കോൺകേവ് ലെൻസും ഇങ്ങനെ കമ്പൈൻ ചെയ്യാണ്. പ്ലാനോ കോൺവെക്സ് ലെൻസ് ഫിറ്റ്സ് എക്സാക്ട്ലി ഇൻ ടു എ പ്ലാനോ കോൺകേവ് ലെൻസ്. ദർ പ്ലെയിൻ സർഫസസ് ആർ പാരലൽ ടു ഈച്ച് അതർ. രണ്ടിൻ്റെയും പ്ലെയിൻ സർഫസുകളാണ് മീറ്റ് ചെയ്യുന്നത്. ലെൻസസ് ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അതിൻ്റെ ഒന്നിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ആണ്, അടുത്തതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 ആണ്. അവിടെ നമ്മൾ നോക്കാം പ്ലാനോ കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലാനോ കോൺവെക്സ് r/mu1-1 ആണ്. അതുപോലെ ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലാനോ കോൺകേവ് ലെൻസ് -r/mu2-1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണാനായിട്ട് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് F = f1 f2/f1 + f2. ഇത് ലെൻസുകൾ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ ഫോക്കൽ ലെങ്ത് എഴുതിയതിനു ശേഷം എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണാൻ ഈ f1 f2/f1 + f2 ഫോർമുല യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് പ്ലാനോ കോൺവെക്സ് ആയാലും പ്ലാനോ കോൺകേവ് ആയാലും ബൈ കോൺവെക്സ് ആയാലും ബൈ കോൺകേവ് ആയാലും അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് അറിയണമെങ്കിൽ മാത്രമേ, ബൈ ഹാർട്ട് ആണെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കുകയാണെങ്കിൽ r/mu1 - 1 -r/mu2 - 1 ഡിവൈഡഡ് ബൈ r/mu1 - 1 -r/mu2 - 1. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ mu1 - 1 × mu2 - 1 LCM എടുക്കുകയാണെങ്കിൽ അത് സ്പോട്ടിൽ അത് കട്ടായി പോകും. പിന്നെ ന്യൂമറേറ്ററിൽ വരുന്നത് -r² ആണ്. -r² ഡിവൈഡഡ് ബൈ ഈ mu1 - 1 × mu2 - 1 കട്ട് ചെയ്താൽ ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആവും. r ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ mu2 - 1 മൈനസ് ഓഫ് ഇവിടെ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -mu1 + 1. നമുക്ക് അടുത്ത സ്റ്റെപ്പ് തന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആൻസർ കിട്ടും. r ഡിവൈഡഡ് ബൈ mu2 - mu1. r ഡിവൈഡഡ് ബൈ mu2 - mu1. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഇവിടെ ഈ സ്റ്റെപ്പിലാണ് പറ്റിയത്. ഇവിടെ മാത്രം റൈസ് ചെയ്യാം. അപ്പോൾ LCM എടുക്കുമ്പോൾ mu1 - 1 × mu2 - 1 ടേം ഇവിടെ LCM വരും, ഇവിടെ LCM വരും. ആ LCM വരുന്ന 2 ടേമുകൾ കട്ടായി പോയി. അപ്പോൾ വരുന്നത് r × -r, ന്യൂമറേറ്ററിൽ -r² വരും ഡിവൈഡഡ് ബൈ ഈ LCM മുകളിലും താഴെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നിന്ന് r പുറത്തെടുക്കാം. r പുറത്തെടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mu2 - 1 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -mu1 + 1. നിങ്ങൾക്ക് ഈ -r + r കട്ട് ചെയ്താൽ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം r/mu1 - mu2. ഞാൻ കരുതുന്ന ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇത് രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് ബൈ ഹാർട്ട് അറിയുകയാണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ യു ക്യാൻ ഈസിലി ഡു ഇറ്റ് വിത്തിൻ 1 മിനിറ്റ് എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഏത് കോമ്പിനേഷൻ വന്നാലും ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്ക് 2 ബൈ കോൺവെക്സ് ലെൻസ് ആയിരിക്കും വരുന്നത്. മേ ബി 2 ബൈ കോൺവെക്സ് ലെൻസസ് ഇങ്ങനെ. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണുമ്പോൾ ഒന്ന് r/mu1 - 1 മറ്റത് r/mu2 - 1. വീണ്ടും നിങ്ങൾ f1 f2/f1 + f2 ഫോർമുലയിൽ എഴുതിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഒരു ബൈ കോൺകേവ് ലെൻസ്. പ്ലാനോ കോൺവെക്സ് ആകുമ്പോൾ r/mu1 - 1, ബൈ കോൺകേവ് ആകുമ്പോൾ
മൈനസ് ആർ ബൈ ഇവിടെ ഒരു 2 വരും, 2 ഇൻറ്റു μ2 മൈനസ് 1. വീണ്ടും നിങ്ങൾ F1 F2 ബൈ F1 പ്ലസ് F2 എന്നുള്ള ഫോമുലയിൽ വാല്യൂ കൊടുക്കാം. ഈ ക്വസ്റ്റൻ ഒരിക്കലും വിടരുത്. തീർച്ചയായിട്ടും കറക്റ്റ് ആൻസർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയാണ്. അടുത്തതായിട്ട് പ്ലെയിൻ മിറേഴ്സിൻ്റെ പാർട്ടാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്ലെയിൻ മിറേഴ്സ് ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലാതെ വേറൊന്നും പറയുന്നില്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ ലാസ്റ്റ് 6 to 7 ഇയേഴ്സിൻ്റെ ക്വസ്റ്റൻ എടുത്താൽ പോലും അതിനകത്ത് പ്ലെയിൻ മിറേഴ്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ട്. അതുകൊണ്ട് സാധാരണ ടീച്ചേഴ്സ് റിപ്പീറ്റേഴ്സ് ക്ലാസ്സിൽ പ്ലെയിൻ മിറർ അതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ പഠിപ്പിക്കാറുണ്ട്. നമ്മളിതിനകത്ത് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു കേസ് മാത്രം ആണ് പറയുന്നത്. ഒരു പ്ലെയിൻ മിററിൽ നിന്ന് ഒരു പ്ലെയിൻ മിററിൽ നിന്ന് പ്ലെയിൻ മിററിൽ വന്നു വീഴുന്ന ലൈറ്റ് റേ ആ പ്ലെയിൻ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഐ ആയിരിക്കും എന്ന് എല്ലാവർക്കും നോർമലി അറിയുന്ന കാര്യമാണ്. ഈ ഇൻസിഡൻറ്റ് റേ അതായത് പ്ലെയിൻ മിററിലേക്ക് വന്നു വീഴുന്ന ലൈറ്റ് റേ ഇങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്. പക്ഷേ ആ ലൈറ്റ് റേ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ്. ഇതായിരിക്കും, ഈ ആംഗിൾ ആയിരിക്കും ഈ ഇൻസിഡൻറ്റ് റേയുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 2i ആയിരിക്കും ഡീവിയേഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഒരു സിംഗിൾ പ്ലെയിൻ മിറർ ലൈറ്റ് റേക്ക് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആണ് 180 മൈനസ് 2i. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിംഗിൾ പ്ലെയിൻ മിറർ ഒരു ലൈറ്റ് റേക്ക് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആണ് 180 മൈനസ് 2i. ഇനി നോക്കാം, ഒരു പെയർ ഓഫ് മിറേഴ്സ് ആദ്യത്തെ മിററിൽ നിന്ന് ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് രണ്ടാമത്തെ മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അന്നേരം ഇവിടെ നോക്കിക്കോളൂ, ആദ്യത്തെ മിററിൽ ലൈറ്റ് റേ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഐ ആണെങ്കിൽ രണ്ടാമത്തെ മിററിൽ ആ ലൈറ്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ആ ആംഗിൾ തീറ്റ മൈനസ് ഐ ആയിരിക്കും. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്. ആ പോർഷൻ ശരിക്കും നോക്കണം. ഫസ്റ്റ് മിററിൽ ലൈറ്റ് റേ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഐ ആണെങ്കിൽ സെക്കൻഡ് മിററിൽ ലൈറ്റ് റേ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള മാർഗം ജോമെട്രിക്കലി കണ്ടുപിടിക്കാം. എന്താണ്? മിററിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിൽ നിന്ന് ഈ ഐ മൈനസ് ചെയ്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ പെയർ ഓഫ് മിറേഴ്സിൽ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു മിററിലെ ആംഗിൾ ഐ ആണെങ്കിൽ മറ്റേ മിററിലെ ആംഗിൾ തീറ്റ മൈനസ് ഐ ആയിരിക്കും, മറക്കരുത്. ഓക്കെ, ഇനി ഈ ലൈറ്റ് റേക്ക് ഉണ്ടാവുന്ന ടോട്ടൽ ഡീവിയേഷൻ, ഒരു സിംഗിൾ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു 180 മൈനസ് 2i ആണ്. അപ്പോൾ പെയർ ഓഫ് മിറേഴ്സ് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് രണ്ട് മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആഡ് ചെയ്യണം, D1 പ്ലസ് D2. എങ്ങനെ ആഡ് ചെയ്യണമെന്ന് മനസ്സിലായത്? ആദ്യത്തെ മിറർ ലൈറ്റ് റേയെ ക്ലോക്ക് വൈസിൽ ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ മിററും ലൈറ്റ് റേയെ ക്ലോക്ക് വൈസിൽ തന്നെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സപ്പോസ് രണ്ടാമത്തെ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ സെക്കൻഡ് ഡീവിയേഷൻ ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി നോക്കൂ, ആദ്യത്തെ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ 180 മൈനസ് 2i ആണ്. 180 മൈനസ് 2i പ്ലസ് രണ്ടാമത്തെ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ 180 മൈനസ് 2 ഇൻറ്റു തീറ്റ മൈനസ് ഐ. അപ്പോൾ ആദ്യത്തെ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ 180 മൈനസ് 2i, രണ്ടാമത്തെ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ 180 മൈനസ് 2 ഇൻറ്റു തീറ്റ മൈനസ് ഐ. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്ലസ് 2iയും മൈനസ് 2iയും ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 360 മൈനസ് 2 തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പെയർ ഓഫ് മിറേഴ്സ് ലൈറ്റ് റേക്ക് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആണ് 360 മൈനസ് 2 തീറ്റ. സിംഗിൾ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ 180 മൈനസ് 2i. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സിംഗിൾ മിറർ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ പെയർ ഓഫ് മിറേഴ്സ് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു പെയർ ഓഫ് മിറേഴ്സിൽ ലൈറ്റ് റേ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്താലും എല്ലാ ലൈറ്റ് റേക്കും ഒരേ ഡീവിയേഷൻ ആവും. ഇപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആംഗിളിൽ ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യാണ്. ഇഫ് ടു ലൈറ്റ് റേസ് ആർ റിഫ്ലക്റ്റഡ് അറ്റ് ഡിഫറെൻ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ എ പ്ലെയിൻ മിറർ, ദേ ഹാവ് ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ബട്ട് two light rays fall on a pair of mirrors with a different angle of incidence, they have same angle of deviation.
അതാണ് ഇവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ കേട്ട് നോക്കുക, അപ്പം മനസ്സിലാവും. ഓക്കെ, ഇനി എൻ്റെ ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, രണ്ട് മിറേഴ്സ് 90 ഡിഗ്രി ആംഗിളിലാണ് അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ടു പെയർ ഓഫ് മിറേഴ്സ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇതിൽ നിന്ന് ഒരു ലൈറ്റ് റേ ഒരു മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, അത് അടുത്ത മിററിൽ നിന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ ഡീവിയേഷൻ? അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ കിട്ടാൻ ഇവിടെ മിറേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്? മിററുകളുടെ ആംഗിൾ എത്ര? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡീവിയേഷൻ കാണാനായിട്ട് 360 - 2 × 90 ചെയ്യാം. നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ പെയർ ഓഫ് മിറേഴ്സ് എന്നതിൽ ലൈറ്റ് റേ എങ്ങനെ റിഫ്ലക്ട് ചെയ്താലും, അതായത് വാട്ട് എവർ മേ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിൾ ചിലപ്പോൾ ക്വസ്റ്റനിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി 70 ഡിഗ്രിന്നോ 60 ഡിഗ്രിന്നോ 30 ഡിഗ്രിന്നോ 40 ഡിഗ്രിന്നോ തരും. പക്ഷേ എന്ത് വന്നാലും ശരി ടോട്ടൽ ഡീവിയേഷൻ ഒറ്റ വാല്യൂ ഉള്ളൂ, 180 ഡിഗ്രി. അത് ഈ ആംഗിൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആംഗിൾ നോക്കേണ്ടത് എവിടെയാണ്? സിംഗിൾ മിററിലാണ്. സിംഗിൾ മിററിൽ ആംഗിൾ മാറുമ്പോൾ ഡീവിയേഷൻ മാറും. പക്ഷെ പെയർ ഓഫ് മിറേഴ്സിൽ ഈ ആംഗിളിൻ്റെ അവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. വാട്ട് എവർ മേ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഡീവിയേഷൻ എപ്പോഴും സെയിം ആയിരിക്കും, 360 - 2θ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? പ്ലെയിൻ ഓഫ് ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മിറേഴ്സ്, അതിൽ നിന്ന് ഒരു ലൈറ്റ് റേ ഡബിൾ റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ടോട്ടൽ ഡീവിയേഷൻ 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലൽ ആയിരിക്കും. ഒരു പെയർ ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ മിറേഴ്സ്, അതിൽ നിന്നൊരു ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യുന്നു, ദെൻ പറയാൻ പറ്റുന്ന ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലൽ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും വരാം. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ ആ മിറേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഈ ചാപ്റ്റർ തന്നെ റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ വേവ് ഓപ്റ്റിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പോർഷൻ, ഏത് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഏരിയയിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നീറ്റ് എക്സാം ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാം.